ഹായ് എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന അരിയുണ്ടേനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അരിയുണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് അരിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അളന്ന് എടുത്തുവെന്നേ ഉള്ളൂ അരി. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയോ ഏത് അരി വേണമെങ്കിലും എടുക്കാം. മട്ട അരിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൽ അഴുക്കൊക്കെ കളഞ്ഞ് ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഊറ്റി വെക്കാം. നന്നായിട്ട് വെള്ളം പോകുന്നതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ അരിയുണ്ട തയ്യാറാക്കുമ്പോൾ അരിയുടെ കൂടെ കപ്പലണ്ടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടി കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ കപ്പലണ്ടിയും നമുക്കൊന്ന് വറുത്തെടുക്കണം. ഞാനൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലിട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരിയിലെ വെള്ളമൊക്കെ ഇപ്പോൾ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി ഈ അരി നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിടുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ അരിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പരുവം. അതുപോലെ ചെറുതായിട്ടൊരു കളറും മാറി തുടങ്ങും. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി പാകമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ആ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ എല്ലാം പൊട്ടി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റണം ഇത് നന്നായിട്ട്. അപ്പോൾ നന്നായി വറുത്താലേ പൊടിക്കാൻ പറ്റുള്ളൂ. പിന്നെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഞാൻ അരി ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കപ്പലണ്ടി കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിലെ തോലൊക്കെ എന്നിട്ട് നമുക്ക് വറുത്തതിന് ശേഷം നമുക്കൊന്നും കളയാനേ ഉള്ളൂ. അതിനുശേഷം ഇതും നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അരിയൊക്കെ ഞാനൊരു പ്ലേറ്റിലിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ഒത്തിരി ആറാൻ വേണ്ടി നിൽക്കണ്ട, ചെറിയ ചൂടോടുകൂടി നമുക്കങ്ങ് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ അരി ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടിയും ഇട്ടിട്ട് ഞാൻ കപ്പലണ്ടിയുടെ തോലൊക്കെ കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കപ്പലണ്ടി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉരുക്കിയിട്ട് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശർക്കര ചീവിയിട്ട് അതും തേങ്ങയും കൂടെ തിരുമ്മി നമുക്ക് അരിയുണ്ടയിൽ ചേർക്കാം. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ടാവുമ്പോൾ ഈ തേങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർന്ന് കിട്ടും. അതുപോലെ കപ്പലണ്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ശർക്കര നമ്മൾ ചീവിയാണ് ചേർക്കുന്നതെങ്കിൽ ശർക്കരയും തേങ്ങയും കൂടെയൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ട് അതിലേക്ക് അരി പൊടിച്ചത് ചേർത്താലും മതി. ഇതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ തേങ്ങയൊക്കെ ആയിട്ട് ചേർന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ശർക്കരപ്പാനി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കൂടിപ്പോകും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് ഈ ഒരു അരിയുണ്ടക്ക് വേണ്ടത്. നമുക്കിങ്ങനെ കയ്യിലെടുത്തിട്ട് ഉരുട്ടുന്ന സമയത്ത് അത് ബോളാക്കിയിട്ട് എടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിലാണ് നമ്മുടെ ആ ഒരു മിക്സ് വേണ്ടത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നമുക്ക് ബോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു
സ്നാക്കാണ് ശരിക്കും പറഞ്ഞാൽ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും, നല്ല ഹെൽത്തിയുമാണ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ അരിയുണ്ട ഇതുപോലെ എല്ലാം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ ഒരു ഗ്ലാസ് അരിക്ക് ചെയ്തപ്പോൾ ഒരു 10-17 എണ്ണമാണ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്, കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹാർഡാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അരിയുണ്ട നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ കപ്പലണ്ടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്